മക്കളെ വളർത്തുന്ന രീതി ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന രീതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആക്ഷേപത്തിന്റെ രീതിയാണ്. നീ തീരെ ശരിയില്ല, നീ നന്നാവൂല. ഒരു ഉമ്മയും അങ്ങനെ പറയരുതേ നന്നാവൂല. ഒരു ഉമ്മയും പറയരുതേ. ഒരു ഉമ്മ തന്റെ മോനോട് പറഞ്ഞത് ഈ അടുത്ത സമയത്ത് ദുബൈയിലുള്ള ഒരു ഉമ്മയാണ്. ഒരു അറബി ഉമ്മ പറഞ്ഞത്, അവിടുത്തെ റേഡിയോ ലൈവ് ചെയ്ത് ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, എനിക്ക് നിന്നെ കാണണ്ട മോനെ, നീ ഇന്ന് പോയിട്ട്, വെറും കാറിന്റെ ക്രൈസുള്ള ആളാ, നീ ഇന്ന് പോയിട്ട് നിന്റെ കാർ തകിടം മറിഞ്ഞ് നീ മരിച്ചു എന്നുള്ളൊരു വാർത്ത എനിക്ക് കേൾക്കാൻ ആഗ്രഹം. ഉമ്മ പറഞ്ഞത് പരമാർത്ഥം. അസറിന്റെ മുമ്പ് കാർ ആക്സിഡന്റിൽ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. അപ്പൊ ഉമ്മാക്ക് പേടിയായി, പടച്ചോനെ ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. പക്ഷെ നാവിന്ന് വന്നുപോയോ? വന്നു. ഇന്ന ലില്ലാഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ ഇല്ലാ അഅതാഹ്. ചില സമയങ്ങളുണ്ട്, ആ സമയത്തേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ യോജിച്ചു വന്നാൽ അല്ലാഹു അത് നൽകിയിരിക്കും. ഒരിക്കലും മക്കളെ കുറ്റം പറയരുത്. മക്കളെ എത്ര കള്ളുകുടിച്ച് നടക്കുന്ന മകനാണെങ്കിലും ശാപം ചെയ്യരുത്. പടച്ചോൻ എന്റെ കുട്ടിയെ നന്നാക്കണേ റബ്ബേ, ഇത് പറയേണ്ടവരാ ഉമ്മയും വാപ്പയും. ഒരു പഴച്ചു പോകാൻ ഒരു കൂട്ടുകാർ കാരണമായിട്ടുണ്ടാവും. ഒരു പഠിച്ച സ്കൂളുകളോ കോളേജുകളോ ക്യാമ്പസുകളോ ഹോസ്റ്റലുകളോ കാരണമായിട്ടുണ്ടാവും. ആ കാരണം നമുക്ക് മെല്ലെ മെല്ലെ അവരെ പിടിച്ചു കൊണ്ടുവരാൻ സമയമെടുത്തെന്ന് വരും. നമ്മൾ അവരെ ശപിക്കല്ലിൻ, അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന ശാപത്തിന്റെ വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ശരിയല്ല. പിന്നെ നമ്മൾ ഉപദേശം കൊടുക്കും, അതിന്റെ ഉള്ളിൽ ഭീഷണിയും വരും. അല്ലെ, ഇനി എങ്ങാനിത് ചെയ്താൽ നിന്നെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും കേട്ടോ. ഇപ്പൊ കുട്ടി പറയുന്നത് എന്നോ പുറത്താക്കിയാൽ മതിയായിരുന്നു, ഞാൻ പതിനാ നടക്കണത്. അപ്പൊ ആ പറഞ്ഞത് നടക്കൂല. ഈ ഭീഷണിയുടെ ഉപദേശവും ശരിയല്ല. പിന്നെ വെറും ഭീഷണി, ഇല്ലെങ്കിൽ കയ്യും കാലം മുറിക്കും, അതൊന്നും പറയാൻ പാടില്ല. തഹ്ദീദ് ചെയ്യുക, ത്രട്ടനിങ്, ഇത് ചെയ്യരുത്. പിന്നെ കൽപ്പനകൾ മാത്രമാണ്, നമുക്കത് അറിയുള്ളൂ. ചെയ്യ്, ഇരിക്ക്, നടക്ക്, കുടിക്ക്, ഉറങ്ങ്. അമ്രുകൾ, ഈ കൽപ്പനകൾ മനുഷ്യന് പോലും കേൾക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഖുർആനിൽ നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, അള്ളാഹുവിന്റെ അമ്രുമുണ്ട്, നഹിയുമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഖുർആൻ എല്ലാ സൂറത്തിന്റെ തുടക്കത്തിൽ എന്ത് വെച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഖുർആനിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്ത കൊലത്തിലങ്ങനെ ചില ആൾക്കാരുടെ പണികളും നിസ്കാരമൊക്കെ കാണുമ്പോ അതില്ലല്ലോ, അത് ബിസ്മിയൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്, ബിസ്മി ഇല്ലെങ്കിൽ ഖുർആനിൽ രേഖപ്പെടുത്തുവോ? ബിസ്മി ഫാത്തിഹ ഓതുമ്പോൾ മെല്ലെ ഓതിയിട്ട് അൽഹംദു ഉറക്കോതിയാ മതി എന്ന് പറഞ്ഞപ്പോ ചിലർ ബിസ്മി തന്നെ ഓതാതെ. പൊന്നു സഹോദര, അത് ഓതിയാ വല്ല നഷ്ടപ്പെടാണ്ടോ? ഇതിന്റെ കുറച്ച് വോയിസ് അല്ലേ പോവുള്ളൂ, അള്ളാന്റെ കലാമല്ലേ, അത് ആയത്തല്ലേ അത് ഓതാതെ പോയി ഖുർആനിന്റെ പിന്നെ അച്ചടിക്കുമ്പോ ചിലർ ഇത് നമ്മൾ കേൾക്കാറില്ലല്ലോ മൂലയിൽ ഓതുന്നത്, എന്നാ പിന്നെ ബിസ്മി വേണ്ടാന്ന് വെക്കൂലേ? അള്ളാന്റെ കലാമിന്റെ തുടക്കല്ലേ അത്, സൂറത്തിന്റെ ആരംഭങ്ങളല്ലേ ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിക്കുന്ന ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ രണ്ടുപേരെയും 100 വീതം അടിക്കുകയും 1 വർഷത്തേക്ക് നാടുകടത്തുകയും ചെയ്യണം. ഖുർആൻ തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. എന്തിനാണ് ഈ ബിസ്മി വെച്ചതെന്നറിയോ? വ്യഭിചരിച്ചാൽ അടിയാണെന്നും വ്യഭിചരിച്ചാൽ വിവാഹം ചെയ്ത മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്ന വധശിക്ഷയാണെന്നും അള്ളാഹുവിന്റെ നിയമം ഒറ്റടിക്ക് പറഞ്ഞാൽ ഒരു പ്രയാസം വരും. കൽപ്പന നേരെ ഡയറക്റ്റ് കൽപ്പിച്ചാൽ ഒരു പ്രയാസം വരും. അതിനല്ലാഹു മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഇത് കാരുണ്യവാൻ ചെയ്യുന്ന നിയമമാണ്. ഇത് എന്നോട് കരുണയുള്ളത് കൊണ്ട് അല്ലാഹു പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ, സജ്ജനങ്ങളായ ആളുകൾ എന്നെ വെറുക്കാതിരിക്കാൻ, അള്ളാന്റെ ശിക്ഷ എനിക്ക് വരാതിരിക്കാൻ കാരുണ്യവാൻ എന്നോട് പറഞ്ഞു തരികയാണിത്. അപ്പൊ മനസ്സിന് സമാധാനമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അള്ളാഹു പറഞ്ഞു, ഇതിന്റെ റഹ്മാനല്ലേ പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ ആ സൂറത്തിന്റെ തുടക്കങ്ങളിൽ അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഓതിക്കോളി. ഓതിയ ഒരു കുഴപ്പം വരാൻ പോണില്ല. പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഖുർആൻ എന്തെങ്കിലും ഒഴിവാക്കാൻ പിന്നെ എന്ത്? ഇങ്ങനെ പോയിപ്പോവില്ലേ? എടുത്താ കൂലിയല്ലേ? ഒഴിവാക്കി ആ കൂലി കിട്ടൂലേ? എടുത്താ ആ കൂലി കിട്ടൂലേ? ബിസ്മി ഓതി ആ കൂലി കിട്ടിയില്ലേ? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്?
ഓതാതിരിക്കാൻ പറ്റുമെന്നാണ് കേട്ടു എന്ന് വിചാരിക്കുന്നത്. നീ ഓദിക്കോ എന്ന് പറഞ്ഞാൽ കൂലി തോനെ കിട്ടാനായി പറയുന്നത്. നിനക്ക് കൂലി കുറച്ച് കൂടെ കിട്ടിക്കോട്ടെ. കൽപ്പനകൾ. മനുഷ്യന്റെ മനസ്സുകൾക്ക് പ്രയാസമുണ്ട്, ഭാരമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാപ്പമാരോട്, ഉമ്മമാരോട് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നിരന്തരമായ കൽപ്പനകൾ, കൽപ്പനകൾ, ആജ്ഞകൾ മാത്രം. ഇത് കുട്ടികൾക്ക് മടുപ്പുണ്ടാക്കും. പിന്നെ വാപ്പ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കൂല. അങ്ങനെയും ആഗ്രഹം. ഇതൊരു 2 ദിവസത്തെ ക്യാമ്പ് ചെയ്തിട്ട് നിങ്ങളെ വൈകുന്നേരമോളം പഠിപ്പിക്കേണ്ട പവർ പോയിന്റും സ്ലൈഡും. ബഷീർ മാഷൊക്കെ പോയോ? ഇടാട്ട് ബഷീർ സാഹിബ് പോയോ? ഇവരൊക്കെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുന്ന ട്രെയിനിങ് കോഴ്സുകളായിട്ട് ചെയ്യേണ്ട പണിയാണ് ഈ പാരന്റിങ്ങിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മക്കളെ വളർത്താം. അത് ഒരു വാതിന്റെ ഉള്ളിൽ സ്ക്വീസ് ചെയ്താൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് ചിന്തകൾ മാത്രം തന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് വിശദങ്ങളൊക്കെ പിന്നീട് എവിടെന്നെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മുഹാദറാത്ത്, വാല് പറഞ്ഞെടുക്കുക കുട്ടികൾക്ക്. കുട്ടികളെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ഒറ്റ വാല്. വാപ്പയുടെ ഉപദേശം 1/2 മണിക്കൂർ. ഇത് 2 ദിവസം കുട്ടികൾക്കും, 3-ാമത്തെ ദിവസം പൊന്നാര വാപ്പ നിങ്ങളെ വാല് നിർത്തിക്കളെ. ഉമ്മ വാല് പറഞ്ഞാൽ കുട്ടി പറയും പൊന്നാര ഉമ്മ നിങ്ങളെ വാല് നിൽക്കും എടുത്തുക്കളെ. ഇതും ശരിയാവുന്നില്ല. പിന്നെന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. പിന്നെ പറയും അത്തഹ്ഖീർ വൽ ഇസ്തിഹ്സാ, നീ മോശപ്പെട്ടവനാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് മക്കളെ മോശപ്പെടുത്തി സംസാരിക്കുന്നത് ചെയ്യരുത്. ഒരു ഉമ്മയും ഒരു വാപ്പയും അത് ചെയ്യരുത്. നീ മോശപ്പെട്ടവനാ, നീ തീരെ ഗുണം പിടിക്കൂല, മറ്റവനാ ഉഷാറ്, അങ്ങനെ പറയരുത്. നിനക്കും ചില നന്മകളുണ്ട്, അവനെ പോലെ ആവാൻ നീ ശ്രമിക്കുക. അങ്ങനെയാ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള വഴി ഒരേ ഒരു വഴിയാണ്, സ്നേഹത്തിന്റെ വഴിയാണ്. അത് സ്നേഹത്തിന്റെ വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ സദസ്സിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി, അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി നബി തങ്ങൾ അവിടുത്തെ അനുയായികളായ സ്വഹാബികൾക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. ഹദീസിൽ കാണാൻ പറ്റും. തങ്ങൾ ഇരിക്കുമ്പോ ആദ്യം ആരാണോ വലതുഭാഗത്തുള്ളത് ആ ആൾക്ക് കൊടുക്കുക. പാല് കുടിച്ചു, കുറച്ച് നബി ബാക്കി മുഴുവൻ കുടിക്കൂല, കുറച്ച് കുടിച്ചിട്ട് എല്ലാവരും അതിന്റെ ബറക്കത്തെടുത്തോട്ടെ. തങ്ങൾ സുഉറുൽ മുഅ്മിനി ശിഫാ, മുഅ്മിനായ മനുഷ്യൻ കുടിച്ച വെള്ളത്തിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ ഹബീബ് കുടിച്ചതിൽ എത്ര ശിഫ കാണും? നമ്മൾ പറഞ്ഞ ചില തങ്ങന്മാർ, സയ്യിദന്മാർ ഒരു മന്ത്രി ചൂതിയാൽ ശിഫ കിട്ടി. യാ അല്ലാഹ്. കുമ്പോൾ തങ്ങളത്തൊക്കെ എത്രയാ തിരക്ക്. പാണക്കെട്ടൊക്കെ പോയി ചൊവ്വാഴ്ച എന്താ തിരക്ക്. ഏത് സയ്യിദന്മാര് നാടൊട്ടാകെ തിരക്കാണ് ദുആ ചെയ്യിപ്പിക്കാൻ. ഒന്ന് മന്ത്രി ചോദിപ്പി ഒരു ശിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ, ശിഫയ്ക്ക് വേണ്ടി ഓടുകയാണ് മനുഷ്യന്മാർ. ഫലം കിട്ടുന്നുണ്ട്. ഈ ഫലക്ക് എവിടുന്ന് കിട്ടിയതാ? ആരിൽ നിന്ന് കിട്ടിയതാണ് ഈ മഹത്വം സയ്യിദന്മാർക്ക്? ഇവരുടെയൊക്കെ വല്ലിപ്പയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളുടെ പവർ എത്രയാ? നബി തങ്ങളുടെ പേരക്കുട്ടികളുടെ 10, 18, 20 തലമുറക്കപ്പുറമുള്ള ആളിൽ നിന്നാണ് അല്ലാഹു തആല ബറക്കത്തും ശിഫാവും കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടിയത് എവിടെന്നാ? അല്ലാഹുവിന്റെ റസൂലിന്നാ. റസൂലുള്ളാഹിന്റെ ഫضل എത്രയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നബി തങ്ങളുടെ മഹത്വം എന്തായിരിക്കും? അപ്പോ തങ്ങളുടെ മഹത്വം എന്തായിരിക്കും? നമ്മളെ നാട്ടിലെ തങ്ങൾക്ക് അല്ലാഹു തആല ദുആയിൽ ഉത്തരം കൊടുക്കുന്ന ആളുകളില്ലേ? ഉടനടി ഇൻസ്റ്റന്റ്ലി ചോദിച്ച അപ്പ കിട്ടി, നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഫലിച്ചു. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? അള്ളാന്റെ റസൂലിന്റെ ചോര ശരീരത്തിൽ എവിടെയോ ഓടുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ചോരയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പുണ്യമാണ്, തങ്ങളുടെ മഹത്വമാണ് ആ കാണിച്ചിരുന്നത്. അവിടുത്തെ തമ്പുരാൻ നമ്മൾ തങ്ങളെ കണ്ടില്ല, അവിടുത്തെ ചോരയോടുന്ന ചില ശരീരങ്ങളെ കാണിച്ചു തരികയാണ്. എന്റെ ഹബീബിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അള്ളാഹ് കൊടുത്തതാണ്, അള്ളാഹ് കൊടുത്തതല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുന്ന വെള്ളം വലതുഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോ മഹാന്മാരായ വലിയ വലിയ സ്വഹാബിമാരിരിക്കുന്ന സദസ്സ്, തങ്ങളുടെ തൊട്ടരികത്തിരിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഒരു കുട്ടിയായിരിക്കുന്നത്. കുട്ടി അവിടെ വന്നിരുന്നു. ആ സദസ്സിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. കാലാവസ്ഥയാണെങ്കിലോ നല്ല ചൂടും, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയം. നബി തങ്ങൾ വെള്ളം കുടിച്ചു. ആ വെള്ളം തൊട്ടരികത്തുള്ള ഇരിക്കുന്ന കുട്ടിക്ക് കൊടുക്കണോ അല്ല മഹാന്മാരായ സ്വഹാബത്തിന് കൊടുക്കണോ? തങ്ങളുടെ മര്യാദ നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു. തങ്ങൾ ഭയങ്കരല്ലേ. നമ്മൾ പറയും, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്, ആരും എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്.
അപ്പൊ എല്ലാവരും തീരുമാനിച്ചു, പൊന്നാര മക്കളെ, നമ്മൾ ഉസ്താദ്മാരും തങ്ങന്മാരും വരുമ്പോൾ നെയ്ച്ചെന്നൊക്കെ വാത്തിലാട്ടോ, ആ ഹദീസ് നമുക്ക് ഒരു പറഞ്ഞു തന്നിട്ടില്ല അല്ലേ, സമസ്തന്റെ ആലിമികൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് കുറ്റം പറയണ്ടെങ്കിൽ എന്തേ പറഞ്ഞതെന്നറിയോ? നബി തങ്ങളത് പറയും, അത് തങ്ങളുടെ ഏറ്റവും മഹത്തരമായ സ്വഭാവശുദ്ധിയാണത്. എനിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കണ്ട. സ്വഹാബികൾ എന്താ ചെയ്തത്? നബിയെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കണോ, ബിംബം പോലെ ഇരുന്നു, അനങ്ങണ്ട, ബഹുമാനിക്കണ്ട, അങ്ങനെയാണോ സ്വഹാബത്ത് ചെയ്തത്? അവരെന്ത് ചെയ്തു? അത് ഈ പറഞ്ഞ ഹദീസ് കിട്ടിയിട്ടില്ല. അതിനാണ് ആലിമീങ്ങൾ പറഞ്ഞുതരാ, സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. قيامي للعزيز علي فرض وترك الفرض ما لا يستقيم عجبت لمن له فهم وعقل يرى هذا الجمال ولا يقوم. എങ്ങനെയാണ് ഈ സ്നേഹത്തിന്റെ കേദാരത്തെ കാണുമ്പോ, ഈ സൗന്ദര്യത്തിന്റെ ചമൽക്കാരത്തിന്റെ മൂർത്തി രൂപത്തെ കാണുമ്പോ, എങ്ങനെയാണ് ഈ സൗന്ദര്യത്തിന്റെ ലാവണ്യത്തിന്റെ എല്ലാ പെരുമയും എന്റെ മുമ്പിലൂടെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന് മഹാനായ സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടിയിട്ടുണ്ട്. നബിയെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഴുന്നേൽക്കണ്ട, ഞങ്ങൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റൂല നബിയെ. അങ്ങനെയാണ് സയ്യിദന്മാരും ഉസ്താദ്മാരുടെ കൈ മുത്തിക്കോന്ന് പറയാൻ പാടില്ല. കൈ മുത്തുകയാണെങ്കിൽ പോലും കൈ വലിക്കുന്ന, എന്തേ മുത്തപ്പെടുമ്പോ ഞാൻ പുണ്യവാളനാണോ എന്ന് തോന്നിപ്പോവുക, പടച്ചോനെ കിബർ അഹങ്കാരം വരുമോ? നമ്മളോട് പറഞ്ഞെന്താ, നിങ്ങളത് ചെയ്തേക്കണം എന്നാണ്. സഅദ് തങ്ങൾ ഉമർ തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ട്. ഉമർ തങ്ങളാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ. ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന ചെറിയ കുട്ടിനെ കണ്ടപ്പോഴാ ഈ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞത്, കൈന് പിടിച്ചു മുത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കത് പുണ്യമാ. കൈ മുത്തപ്പെടുന്ന ആളുകൾ പേടിക്കണം, അഹങ്കാരം കടന്നു പോകരുത്. അതാണ് വിഷയം. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഈ സ്വഹാബിമാരൊക്കെ ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടിയാണ് വലതു ഭാഗത്തുള്ളത്. തങ്ങൾ ചോദിച്ചു, തങ്ങളുടെ മര്യാദ നോക്കണം, തങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടി, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഈ മുതിർന്ന ആളുകൾക്ക് ഞാൻ ആദ്യം കൊടുത്തോട്ടെ, നിങ്ങൾ സമ്മതം തരുമോ? നിങ്ങൾ സമ്മതം തരും, ഞാൻ കൊടുത്തോട്ടെ. കുട്ടി പറഞ്ഞില്ല, പറ്റൂല നബിയേ, പറ്റൂല നബിയേ. അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഓഹരി ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല നബിയേ. അഷ്റഫുൽ ഖൽഖിന്റെ മഹത്വം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടിയാണത്. അന്നത്തെ കുട്ടികളും വലിയ അത്ഭുതമാണ്. ഇന്നൊക്കെ ഉസ്താദ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമില്ലേ? ഉസ്താദിന്റെ പെരീക്കോ മദ്രസക്കോ മാർച്ചല്ലേ? എന്തിനെ കൂട്ടി തല്ലിയത്? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അന്നൊരു കുട്ടിനെ തല്ലി, മദീനത്തെ കുട്ടിയെ. മദീന ഒരു പഠിക്കാൻ വന്ന കുട്ടി നിരന്തരം നേരം വൈകി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു കൊച്ചു വടി കൊണ്ട് അടിച്ചു. ആര്? മാലിക്കി മദ്ഹബിന്റെ ഇമാം, ലോകം കണ്ട, മദീന കണ്ട, ഫത്വ നൽകാൻ മാലിക് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും ലോകത്ത് ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇമാം ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അടിച്ചപ്പോൾ മാലിക് ഇമാമിന് ഭയങ്കര സങ്കടമായി. അപ്പൊ കുട്ടി ഇങ്ങനെ ചോദിച്ചു, ഉസ്താദേ, ഇന്ന തല്ലിയത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ആ മോനേക്ക് സങ്കടമുണ്ട്. നിനക്ക് പൊരുത്തപ്പെട്ടു വരുമോ? ഉസ്താദ് ചോദിച്ചു. ആരോട്? ഈ കുട്ടിയോടെ. നിനക്ക് പൊരുത്തപ്പെട്ടു വരുമോ? കുട്ടി പറഞ്ഞില്ല. അല്ലാ, കുട്ടി, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? എനിക്ക് 7 അടി കിട്ടിയിട്ടുണ്ട്, 7 അടിക്കും 7 ഹദീസുകൾ പഠിപ്പിച്ചു തന്നാ ഞാൻ പൊരുത്തപ്പെട്ടരാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 7 ഹദീസ് പറഞ്ഞു കൊടുത്തു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. കുട്ടി പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഉസ്താദ് എത്രയും തല്ലിക്കോളി, ആ തല്ലിനനുസരിച്ച് എനിക്ക് ഹദീസ് പഠിപ്പിച്ചു തരണം കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ജീവിച്ച കാലമാ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലം. നമ്മുടെ മക്കളെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്.